Psc Learning ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാണ്ട് പഠിക്കാം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു മെത്തേഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരിക്കലും ഗ്രാമർ അറിയേണ്ടതില്ല, എങ്ങനെ ട്രിക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി ഞാനിടുന്ന എല്ലാ ഇംഗ്ലീഷ് വീഡിയോയും ഇതുപോലെ തന്നെ ആയിരിക്കും. വെറും ട്രിക്സ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണാനായി നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ PSC ആവർത്തിക്കുന്ന കോൺകോഡ് എന്ന പോർഷനിലെ കുറച്ച് ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന വാക്കുകളെല്ലാം ആദ്യം മനഃപ്പാഠമാക്കുക എന്നതാണ്. ഈ കാണുന്ന വാക്കുകളെല്ലാം ഒരു ക്വസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളോട് മനഃപ്പാഠമാക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ടത് ഇത്രയും വേർഡ്സാണ്: വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. വിത്തിൻ്റെ 3 കണക്ഷന്: വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. പിന്നെ ബൈ പറയുന്നത് ഫോളോഡ് ബൈ, അക്കമ്പനീഡ് ബൈ. പിന്നെ ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, ലൈക്ക്, അൺലൈക്ക്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ബിസൈഡ്, ബട്ട്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്. ഇത് ഒരു കണക്ഷൻ വരുന്ന വാക്കുകളായതുകൊണ്ടാണ് ഞാൻ ഓരോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിത്തിൻ്റെ 3 എണ്ണം: വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. അതുപോലെ ബൈയുടെ 2 എണ്ണം: ഫോളോഡ് ബൈ, അക്കമ്പനീഡ് ബൈ. പിന്നെ ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, അതായത് ആസ് വരുന്നത്. പിന്നെ ലൈക്ക്, അൺലൈക്ക്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ് എന്ന് പറയുന്നത്. പിന്നെ ബിസൈഡ്സ്, ബട്ട്, ബിയിൽ വരുന്ന 2 എണ്ണം. പിന്നെ ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, ഇന്നിൽ വരുന്ന 2 എണ്ണം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈസി വേണ്ടിയാണ് ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ അട്രാക്ഷൻ വയ്ക്കുന്നത് നമ്മളെ കണ്ണിലോട്ട് പെട്ടെന്ന് പതിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആ ഒരു വേർഡ് പെട്ടെന്ന് 2 എണ്ണം, ആ 2 കണക്ഷൻസ് നമ്മളെ കണ്ണിലോട്ട് പെട്ടെന്ന് പതിയാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് കളറൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഡ്സ് നമ്മൾ മനഃപ്പാഠമാക്കിയതിന് ശേഷം ഇത് 1-2 വട്ടം നമ്മൾ വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും വീടിനകത്ത് നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ണാടിയൊക്കെ ആയിരിക്കും കൂടുതൽ നോക്കുക. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മളെവിടെയും ഏറ്റവും കൂടുതൽ നോക്കുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒരു പേപ്പറിനകത്ത് ഇത് എഴുതിയിട്ട് ഒരു പേപ്പർ കട്ടിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസത്തിൽ നമ്മൾ ഒരു 2-3-4 വട്ടം അവിടെ നോക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണിൻ്റെ വിഷൻ അവിടേക്ക് പോകും. അങ്ങനെ നമ്മുടെ മൈൻഡിലോട്ട് ഈ ഓരോ വേർഡ്സ് കയറും. ഇങ്ങനെയാണ് ശരിക്കും ആൻറ്റോണിമും സിനോണിമും ഒക്കെ നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് പറയുന്നത് ഇതാണ്. അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാം എന്താ പറയുക പഠിക്കാൻ കഴിയില്ല. ഒരു 500 വേർഡ്സ് ഒന്നും ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് കയറിയില്ല. നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ കട്ടിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിനകത്തോട്ട് ഇതൊക്കെ കയറും. അപ്പോൾ ഇത്തരം കണക്ഷൻസൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലൊരു വഴി എനിക്ക് തോന്നിയത് അതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്വീകരിക്കാം. ഇനി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് വെർബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, ഇപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ച ആ വേർഡ്സ് എല്ലാം വരുമ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞ ആ വേർഡ്സുകൾ വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അത്തരം വേർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ആ ഒരു വേർഡിനകത്ത് സബ്ജക്റ്റ്, ഫസ്റ്റ് വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. അതിനുശേഷം സിംഗുലറാണ് പ്ലൂറലാണോ എന്ന് നോക്കി ആ ഒരു മനസ്സിലായതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് എടുത്തെഴുതുക, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് എടുത്തെഴുതുക. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് സബ്ജക്റ്റ് വെർബ് എന്ന് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേണം ഈ ഒരു ഇങ്ങനെ ഒരു സെൻറ്റൻസുമായിട്ട് ചേർത്ത് എഴുതുന്ന പദമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, എഴുതാൻ. അതായത് ഈ നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു വേർഡ്സ് ആ ഒരു സെൻറ്റൻസിനകത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കി വേണം വെർബ് എഴുതാൻ. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. രാജു കളിക്കുന്നു എന്ന് പറയുമ്പോൾ കളിക്കുന്നത് ആരാണ്, രാജുവാണ്. അപ്പോൾ രാജുവാണ് ആ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ മലയാളത്തിൽ. അതിനെയാണ് ഇംഗ്ലീഷിലും സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്നത് ആരാണോ അതുതന്നെയാണ് എന്ത്, കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാജു കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് രാജുവാണെന്ന് പറഞ്ഞു. രാജും രാജുവിൻ്റെ കൂട്ടുകാരും കളിക്കുന്നു എന്ന് പറയുമ്പോൾ രാജും രാജുവിൻ്റെ കൂട്ടുകാരും അവിടുത്തെ എന്താണ്, കർത്താവാണ് അല്ലെങ്കിൽ സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് ആരോ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റൂൾ അറിയാൻ നമുക്ക് ഇത്രയേ വേണ്ടുള്ളൂ. അതായത് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ആ കർത്താവ് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് അതിനനുസരിച്ചുള്ള ആൻസർ എഴുതുക. അത്രയേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ രാജു മാത്രമാണെങ്കിൽ അവിടെ സിംഗുലറേ വരൂ. അതുപോലെ ഒത്തിരി പേരുണ്ടെങ്കിൽ അതെന്താണ്, പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറൽ വെർബ് എടുത്തെഴുതുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാമറിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ നമ്മൾ സിംഗുലർ ആണോ പ്ലൂറലാണോ, ഫസ്റ്റ് വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓപ്ഷനിൽ പോവുക. അതിന് സിംഗുലർ ഫോം ആണെങ്കിൽ സിംഗുലർ ഫോം ആയിട്ടുള്ള വെർബ് എഴുതുക, പ്ലൂറലാണെങ്കിൽ പ്ലൂറൽ ഫോം ആയിട്ടുള്ള വെർബ് എടുത്ത് എഴുതുക. അത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഡാഷ് വിസിറ്റഡ് ദ USA. അതായത് പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഡാഷ് വിസിറ്റഡ് ദ USA. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇതെല്ലാം തന്നെ PSC ചോദിച്ചതാണ്, അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാനിതിന് മുമ്പ് PSC ചോദിച്ച ഒത്തിരി ഇംഗ്ലീഷിലെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് ഇതായത് ഇപ്പോൾ മുകളിൽ വരും. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം 25 ക്വസ്റ്റ്യൻ പേപ്പറോളം ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് നിങ്ങൾ ഇനി വേറൊരു സൈറ്റിൽ പോയിട്ട് എന്താ പറയുക ഇംഗ്ലീഷ് മാത്രമായിട്ട് സെർച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വീഡിയോയ്ക്ക് അകത്ത് തന്നെ ഒത്തിരി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കയറി നോക്കുക, എന്നിട്ട് കാണുക. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഡാഷ് വിസിറ്റഡ് ദ USA. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ പഠിച്ച വേർഡ് ഉണ്ടോ നോക്കണം. ഇവിടെ വേർഡ് എന്ന് പറയുന്നത് വിത്ത് വന്നിട്ടുണ്ടല്ലേ. വിത്ത് ആണ് കോൺകോഡിൽ നമ്മൾ പഠിച്ച വേർഡ് എന്ന് പറയുന്നത്. വിത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആദ്യ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ ആദ്യ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത് നോക്കുക. അതായത് ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ്, അതായത് പ്രൈം മിനിസ്റ്ററിനെയും ക്യാബിനറ്റ് മെമ്പേഴ്സിനെയും പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അതായത് ഒരു വേർഡിനകത്ത് തന്നെ 2 സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദ ക്യാബിനറ്റ് മെമ്പേഴ്സും ദ പ്രൈം മിനിസ്റ്ററുമാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യ സബ്ജക്റ്റിനെ നോക്കാനുള്ളത്. ആദ്യ സബ്ജക്റ്റ് ആരാണ്? ദ പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ എന്താണ്? ആകെ ഒരൊറ്റ പ്രൈം മിനിസ്റ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരൊറ്റ വ്യക്തിയാണ്, അത് സിംഗുലറാണ്. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷനിൽ നിന്ന് സിംഗുലർ ആയിട്ടുള്ള വെർബ് എടുത്ത് എഴുതാം. ഹാവ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലൂറലാണ് അല്ലേ. ഹാഡ് എന്ന് പറയുന്നതും സിംഗുലർ അല്ല, വേർ എന്ന് പറയുന്നതും സിംഗുലർ അല്ല, എല്ലാം പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിനകത്ത് സിംഗുലറായിട്ട് വന്നിട്ടുള്ള ഹാസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹാസ് ആണ്. ഈ സിംഗുലർ എന്ന് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് എപ്പോഴും ചിലതിലൊക്കെ എസ് ഉണ്ടായിരിക്കും. അതായത് ഹാസ്, ഈസ്, വാസ് ഇതൊക്കെ തന്നെയാണ് സിംഗുലർ ഫോമാണ്. അതിൻ്റെ എൻഡിൽ ഒരു എസ് ഉണ്ടായിരിക്കും. അത് സിംഗുലറായിട്ട് നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആസ്, ഈസ്, വാസ് ഇതൊക്കെ സിംഗുലർ ഫോമാണ്. എന്നാൽ ഹാവ്, ആറ്, വേറെ ഇതൊക്കെ എന്തിനാണ്? പ്ലൂറലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലാസ്റ്റ് എസ് വരുന്നതൊക്കെ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹാസ് ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ദ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഹാസ് വിസിറ്റഡ് ദ USA എന്നാണ് ആൻസർ വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹാപ്പി. അപ്പോൾ ഇവിടെ വരുന്നത് ആസ് വെൽ ആസ് എന്ന വേർഡാണ് നമ്മൾ കോൺകോഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 സബ്ജക്റ്റ് ഉണ്ട്. ഹീയും ഹിസ് ഫ്രണ്ട്സും ആണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഹീയും ഹിസ് ഫ്രണ്ട്സും ആണ് നമ്മളിവിടെ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യ സബ്ജക്റ്റ് ഹീ ആണ്. ഹീ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ. ഹീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? സിംഗുലർ ആയിട്ടുള്ള വെർബ് എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ആയിരിക്കും, കാരണം ബാക്കിയെല്ലാം എന്താണ്? പ്ലൂറലാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മായ ആസ് വെൽ ആസ് ഹിയർ ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദ ടെസ്റ്റ്. ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. മായയും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സും ഉണ്ട്, ഹിയർ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ആസ് വെൽ ആസ് ആണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് ഇതൊക്കെയായിരുന്നു കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനത് പഠിച്ചിരുന്നത് ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിങ് എന്നല്ലേ, അതായത് ആദ്യം വരുന്ന സബ്ജക്റ്റ് നോക്കി അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് ഒക്കെ സ്റ്റാർട്ടിങ് എന്നല്ലേ. അപ്പോൾ അത് ആ ഒരു ഏനെ ഞാൻ ആദ്യം എന്ന് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം എഴുതുമ്പോഴും നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ മംഗ്ലീഷായിട്ട് എഴുതുമ്പോൾ ആദ്യം അല്ലേ സ്റ്റാർട്ടിങ് വരിക. അപ്പോൾ ആദ്യം എന്നുള്ള ഒരു കണക്ഷനാണ് ആസ് വെൽ ആസിനും ആസ് മച്ച് ആസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യ സബ്ജക്റ്റ് നോക്കിയിട്ട് വെർബ് എഴുതണം എന്നുള്ളൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഓർത്ത് വയ്ക്കാം. ആസ് മച്ച് ആസും ആസ് വെൽ ആസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. മായ ആസ് വെൽ ആസ് ഹിയർ ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദ ടെസ്റ്റ്. ആർ സ്റ്റഡിങ്, ഈ സ്റ്റഡിങ്, വേർ സ്റ്റഡിങ്, ആം സ്റ്റഡിങ് ഇതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ മായ എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മായയാണ്. മായ എന്ന് പറയുന്നത് ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതാണ്? ഈ സ്റ്റഡിങ് ആണ്. അപ്പോൾ ഈ സ്റ്റഡിങ് ആണ് ഇവിടെ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഡാഷ് വിസിറ്റഡ് ദ ഓർഫനേജ്. അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹാസ്, ഹാവ്, ഈസ്, വാസ് എങ്ങനെയാണ്. അപ്പോൾ ദ ഗേൾസ് എന്ന് പറയുമ്പോൾ 2 സബ്ജക്റ്റാണുള്ളത്. ദ ഗേൾസ്, ദ ടീച്ചർ അങ്ങനെ 2 സബ്ജക്റ്റാണ് ഇതിനകത്തുള്ളത്. ദ ഗേൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരാളല്ല, ഒരു ഗേളല്ല, ഒരുപാട് ഗേൾസാണ്. ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? പ്ലൂറലാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആസ് വെൽ ആസ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ദ ഗേൾസ് എന്ന് പറയുന്നത് ഒരുപാട് പേരാണ്. ഇത് ഗേൾ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരാളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. ഇവിടെ ഗേൾസാണ്. അപ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്ലൂറലായിട്ടുള്ള ഒരു വേർബാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പ്ലൂറൽ എന്ന് പറയുന്നത് ഹാസും, ഈസും, വാസും ഒക്കെ ഞാൻ പറഞ്ഞു. എസ് എന്നൊക്കെ വരുന്നതൊക്കെ എന്താണ്? എപ്പോഴും സിംഗുലർ ആയിരിക്കും.
അപ്പോൾ ഇവിടെ നമുക്ക് പ്ലൂറൽ എന്ന് പറയുന്നത് ഹാവ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് PSC ചോദിച്ചിട്ടുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് PSC. ഞാൻ അതിൻ്റെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയും നിങ്ങൾ ഗൂഗിളിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കോൺകോഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം വേർഡുകൾ വെച്ചുകൊണ്ടുള്ള കോൺകോഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ഭാഗത്തൊന്നും സെറ്റ് ആവും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.